എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കേരളത്തിൻ്റെ 24ാമത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? ഉത്തരം വി.ഡി. സതീശൻ. 2026 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. ഉത്തരം എം. മുകുന്ദൻ. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. ഉത്തരം വേഴു എന്ന വേഴാമ്പൽ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി. ഉത്തരം അനിൽ മേനോൻ. 2026 ഫിഫ പുരുഷ ലോകകപ്പ് ജേതാക്കളായ ടീം. ഉത്തരം സ്പെയിൻ. ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം കേരളം. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹം. ഉത്തരം മിഷൻ ദൃഷ്ടി. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത്. ഉത്തരം വി.പി. സാനു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത്. ഉത്തരം കെ.ജി. സനൽകുമാർ. 2026 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ. ഉത്തരം ജമ്മു കാശ്മീർ. 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ. ഉത്തരം പ്രഗതി, വികാസ്. 2026 ഇന്ത്യ ഇമ്പാക്റ്റ് AI ഉച്ചകോടിക്ക് വേദിയായത്. ഉത്തരം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസഡർ. ഉത്തരം സംജു സാംസൺ. 2026 52ാമത് G7 ഉച്ചകോടി വേദി. ഉത്തരം ഫ്രാൻസ്. അസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ഉത്തരം സർവീസസ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. ഉത്തരം ഗ്ലാസ്ഗോ. ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവാര്? ഉത്തരം ലാലാ ലജ്പത് റായ്. ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്?
ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ. മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ കേരള സന്ദർശനം നടന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ഏത് വർഷം മുതലാണ് നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1964. അണക്കെട്ടുകളെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഉത്തരം മീരാ കുമാർ. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ഉത്തരം ആനന്ദമഠം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. കേരള നിയമസഭ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്? ഉത്തരം തുളസീദാസ്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ സ്റ്റാമ്പ് ആദ്യമായി പുറത്തിറക്കിയ വിദേശ രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം പ്രീതിലത വടേദർ. ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ഉത്തരം മദർ തെരേസ.